IT എക്സാം ഇന്നത്തേന്ന് പറഞ്ഞാൽ കുറച്ചധികം ടഫുള്ള ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് തിയറി ആണെങ്കിൽ എനിക്ക് ഈസി ആയിട്ടാണ് ഇന്ന് ഫീൽ ചെയ്തത്. കാരണം തിയറി ക്വസ്റ്റ്യൻസിൽ നമ്മൾ ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ അത്രയും എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ് തിയറി ക്വസ്റ്റ്യൻസിലുള്ളത്. അതേസമയം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് ആകുമ്പോഴേക്കും നമ്മൾ ഓരോ സ്റ്റെപ്പും പഠിച്ചത് നമുക്ക് ഏതെല്ലാം തരത്തിൽ അപ്ലൈ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ നമ്മളിപ്പം എക്സാമ്പിൾ മെയിൽ മെർജ് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ മെയിൽ മെർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മെയിൽ മെർജ് ചെയ്ത് തുടങ്ങിയാൽ നമ്മളതിൻ്റെ ഓരോ സ്റ്റെപ്പും നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പും അതിൽ പറഞ്ഞതുപോലെ ചെയ്താലേ നമുക്ക് പ്രാക്ടിക്കലിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും നല്ല വൃത്തിക്ക് വായിക്കുക, രണ്ടായാലും നല്ല വൃത്തിക്ക് വായിക്കുക. പ്രാക്ടിക്കലാണ് കൂടുതലും നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതേസമയം തിയറിയിലാണ് മാർക്ക് കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും. അപ്പോൾ രണ്ടിനും ഇമ്പോർട്ടൻസ് ഒരേപോലെ കൊടുത്തിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ തിയറിയിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, പ്രാക്ടിക്കലിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ സ്റ്റെപ്പും നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ മെയിൽ മെർജ് ആയാലും ഡാറ്റാബേസിൽ ക്വയറീസ് ഉണ്ടാക്കുന്നതായാലും റിപ്പോർട്ട് ഉണ്ടാക്കുന്നതായാലും ഓരോന്നിൻ്റെയും സ്റ്റെപ്സ് പഠിച്ച് വെച്ചാൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ എക്സാം പ്രാക്ടിക്കൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നലെയാണ് ഞാൻ സ്കൂൾ ട്യൂട്ടോറിനെ കുറിച്ച് അറിയുന്നത്. അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയാൻ കാരണം വെച്ചാൽ ഇന്നലെ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ IT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി. അപ്പോൾ ഏകദേശം നോക്കിയപ്പം എനിക്ക് ഈ ഒരു നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് സ്കൂൾ ട്യൂട്ടോർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അതേ സെയിം ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പക്ഷേ നമ്മളിപ്പോൾ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് അതേ സെയിം ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എനിക്ക് ബെസ്റ്റ് തോന്നി. പക്ഷേ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ചെരിച്ചും മറിച്ചും ചോദിച്ചതാണ്. അതിപ്പം സെയിം കണ്ടന്റ് സെയിം ആണ്, പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെരിച്ചും മറിച്ചും. കാരണം നമുക്ക് ഫുൾ എല്ലാവർക്കും A+ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അതിനൊക്കെ അനാലിറ്റിക്കൽ നമുക്ക് ലോജിക്കൽ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെരിച്ചും മറിച്ചും ചോദിച്ചത്. അപ്പോൾ അങ്ങനെയാണ് തിയറി ഉണ്ടായിരുന്നത്. തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് പാഠവും നെറ്റ്വർക്ക് നന്നായി പഠിക്കുക. പിന്നെ അതുപോലെ അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ്, പബ്ലിഷിംഗ്, പൈത്തണിലുള്ള ഓരോ സ്റ്റെപ്പും ഫ്രം ടോട്ടലി ഇമ്പോർട്ട് സ്റ്റാർ ഇതിന് ശേഷമുള്ള ഓരോ സ്റ്റെപ്പും നിങ്ങൾ മനസ്സിലാക്കുക. എവിടെയാണ് കോളം വരുന്നത്, എവിടെയാണ് മനസ്സിലാക്കുക, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നല്ല ടെക്സ്റ്റ് ബുക്കായിട്ട് നല്ല കണക്റ്റ് വേണം തിയറി പഠിക്കുമ്പോൾ. പിന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോ ആക്ടിവിറ്റി നമുക്കിപ്പം മോഡൽ എക്സാം ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്യുക. അപ്പം മോഡലിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് കേൾക്കുന്നുണ്ട് 6 ആക്ടിവിറ്റീസോളം നമുക്ക് മോഡലിൽ മാക്സിമം നമുക്ക് ഓരോ കുട്ടികൾക്ക് ഓരോന്നാണ് കിട്ടിയത്. അപ്പോൾ 6 ക്വസ്റ്റ്യൻസിൽ ഏകദേശം കളക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് ഷെനി ബ്ലോഗിലൊക്കെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് ഏകദേശം അതിൽ തന്നെ ഉത്തരമുണ്ട് ചില PDF ഫോമാറ്റ്സിൽ. അപ്പോൾ അതിൽ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രാക്ടിക്കൽ ഒരു തർക്കമില്ല. അതെന്താണ് നമ്മൾ ഇത്രയും പ്രാക്ടീസാണ്. തിയറി എന്ന് പറയുന്നത് അത്രയും പഠിക്കുന്നതാണ്. പഠിച്ചത് മാത്രമല്ല അത് ഇത്ര ലോജിക്കൽ സെൻസിലൂടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് തിയറി. പക്ഷേ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ അത് നമ്മൾ എങ്ങനെ ഓരോ സ്റ്റെപ്പായി ചെയ്യും എന്നുള്ളത് മനസ്സിൽ റിവൈസ് അല്ലെങ്കിൽ റിമെമ്പർ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടിക്കലിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രാക്ടിക്കൽ നമുക്ക് വേഗം തീർന്നു കിട്ടും. പിന്നെ ഈ ടൈം മാനേജ്മെൻറ്റ്സ് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. നമുക്കെപ്പോഴും തിയറി വേഗം കണ്ട് പ്രാക്ടിക്കലേക്ക് പോകാനുള്ള ഒരു തരത്തിലുള്ള ഒരു വേഗത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നമുക്ക് അതിനോടുള്ള ഇത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു SSLC എക്സാം എന്ന് പറയുന്നത് ഒരു പബ്ലിക് എക്സാമാണ്. അപ്പോൾ ഒരു പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസോടെയാണ് ഫേസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ടെൻഷനല്ല, അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഇപ്പോൾ തിയറി എന്ന് പറയുന്നത് നമുക്ക് 5 മാർക്ക് തിയറിയിൽ ഇല്ലാതെ നമ്മൾ 28 മാർക്കും പ്രാക്ടിക്കൽ വാങ്ങിയിട്ട് ദർ ഇസ് നോ യൂസ്. ബിക്കോസ് നമുക്ക് A+ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ 5 മാർക്ക് തിയറിയിൽ ഉറപ്പിച്ച ശേഷം മാത്രം, അതായത് ഒരു 10 മിനിറ്റ് 15 മാക്സിമം 15-അപ്പുറത്ത് കടന്ന് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ സമയം കിട്ടില്ല. നിങ്ങൾ പ്രാക്ടിക്കൽ ലോ ആണെങ്കിൽ അത് രണ്ടും ലോ ആതിരിക്കുക. അപ്പോൾ 15 മിനിറ്റ് കൊണ്ടുള്ള തിയറി എക്സാം മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നിങ്ങൾ മാക്സിമം പ്രാക്ടിക്കൽ സ്പീഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് പ്രാക്ടിക്കൽ ഓരോന്ന് ചെയ്താൽ നിങ്ങൾ എക്സാം ടൈമിൽ ഡോക്യുമെൻറ്റ്സിൽ ഉണ്ടോ അത് ഒന്ന് ഇൻവിജിലേറ്റർ കാണിച്ചാൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത ഫയൽസ് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയം വേണം. നിങ്ങൾ ഇതിൽ സേവ് ആക്കിയോ നോക്കാനും സമയം വേണം. അപ്പോൾ പ്രാക്ടിക്കൽ അങ്ങനെ ശ്രദ്ധിക്കണം. തിയറി അറ്റൻഡ് ചെയ്ത പാട് ഫിനിഷ് തിയറി എക്സാം കൊടുക്കുന്ന മുന്നേ ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്നത് കൂടി നോക്കിയാൽ നിങ്ങൾക്ക് അത്രയും A+ ഉറപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ.